എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കാവുന്ന പോലെ എനിക്കൊന്ന് ഉത്തരം തന്ന് സഹായിക്കൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നിക്കാഹുകൾ നടക്കുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കാളൂർ എന്നുള്ള ഒരു മഹലിലാണ്. ഇവിടെയുള്ള പ്രാക്ടീസ് ഞാൻ പറയാം. വരൻ്റെയും വധുവിൻ്റെയും എവിടെയാണോ നിക്കാഹ് നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മഹലിൽ നിന്നും ഒരു ലെറ്റർ വേണം. അതായത് ഏത് തരം വിവാഹമാണ്, ഇദ്ദേഹത്തിന് മുന്നേ ഭാര്യയുണ്ടോ, വല്ല ബാധ്യതകളുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് ഇങ്ങനൊരു ലെറ്റർ എൻ്റെ മഹലിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ മഹല് നിവാസികളാണ് കേട്ടോ, ഒരേ നാട്ടുകാരാണ്. ഇദ്ദേഹത്തിൻ്റെ വിവാഹം കോഴിക്കോട് ജില്ലയിൽ പൂവാറ്റുപറമ്പ എന്നുള്ള ഒരു നാട്ടിൽ മാണിയമ്പലം ജുമാ മസ്ജിദാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞാനവിടെ പോയിരുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടിരുന്നു. അവർക്ക് ഈ ലെറ്ററിൻ്റെ ആവശ്യമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ നിന്ന് ലെറ്റർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതും അവിടെ അവർക്ക് ആ ലെറ്റർ വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ ഞാൻ പ്രൂഫുണ്ട് എൻ്റെ കയ്യിൽ. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ നാട്ടിൽ നിക്കാഹുകൾ നടക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തയില്ലാണ്ട് ഓരോ നിക്കാഹുകൾ കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഭാര്യ, അതിലൊരു കുട്ടി, ഇവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ വരുന്ന ലോസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വേറെ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ പെൺകുട്ടിക്ക് അവരുടെ സാഹചര്യം എന്താണ്, അവർക്കതിലുണ്ടാകുന്ന ലോസ് എന്താണ്, അതിൽ കുട്ടികളുണ്ടോ, അവരുടെ വിധി എന്താണ്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് എനിക്കും എൻ്റെ മകൾക്കാണ്. ഞാനിപ്പം പറഞ്ഞതുപോലെ എൻ്റെ സ്വർണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മകൾക്ക് നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. എൻ്റെ മകൾക്ക് ഇപ്പോൾ 10 വയസ്സാണ്. 6 വർഷക്കാലമായി ഞാൻ ആ കൊച്ചിനെ സിംഗിൾ ഹാൻഡഡ്ലിയാണ് നോക്കുന്നത്. നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന് രഹസ്യമായൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അബാൻഡൻ ചെയ്തത് വേറെ 2 ജീവനുകളെയാണ്. സത്യത്തിൽ ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ മാത്രം ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ല. ഇങ്ങനത്തെ അരാജകത്വം അധാർമികതയും കൊണ്ട് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട്. കുറേ പെണ്ണുങ്ങളും കുറേ കുട്ടികളും കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ഓർഡർ വരണ്ടേ ഈ സമൂഹത്തിൽ?